ശബരിമലയിൽ ഒരു പ്രശ്നവുമില്ല. ശബരിമല സുരക്ഷിതമാണ്. ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. പോലീസ് കൃത്യമായ ഡ്യൂട്ടി അവിടെ നിർവഹിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും അവിടെ ഇപ്പോൾ സമാധാന അന്തരീക്ഷമാണ് എന്നാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് PR രാമൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. Devotees സംബന്ധിച്ചിടത്തോളം the facilities as of now provided, I am satisfied. What do you think? Yes, because of wrong propaganda, wrong notion. Now they will correct it. മാധ്യമങ്ങളിലൂടെ കറക്റ്റ് പിക്ചർ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ശബരിമലയിൽ വലിയ പ്രശ്നമാണ്. പോലീസ് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സർക്കാർ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പൊതുജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവിടെ സർക്കാർ ഗുണ്ടകളെ നിർമ്മിച്ചിരിക്കുന്നു. ഇങ്ങനെ വാദമുന്നയിക്കുന്ന കുറച്ചു പേരുണ്ട്. തുറന്നു പറയാം, അത് BJPയുടെ കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ, BJPയുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർ ഉപയോഗിക്കുന്ന ജനം TV ആണ് ഇത്തരത്തിലുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അതിന് കൂട്ടുപിടിക്കാൻ മറുനാടൻ മലയാളിയും കൂടെ കൂടുമ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റ്. അപ്പോൾ കാര്യത്തിലേക്ക് കടന്നുപോയാൽ, ഹൈക്കോടതി നിയോഗിച്ച ശബരിമലയിലെ വിഷയം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷന് അവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല, ഒരു നിയന്ത്രണവുമില്ല എന്ന കാര്യത്തിൽ സത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു. അതവർ മാധ്യമങ്ങളോട് മനസ്സ് തുറന്ന് പരിപൂർണതയോട് കൂടി പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങളിലെ ചില ഭാഗങ്ങൾ കട്ടെടുത്ത്, അങ്ങനെ തന്നെ വേണം പറയാൻ, കട്ടെടുത്ത് ജനം TV അവതരണത്തിൽ വേറെ ഒരു രീതി കൊണ്ടുവന്നുകൊണ്ട്, അതായത് ജസ്റ്റിസ് P രാമൻ പറഞ്ഞു പോലും, അതായത് അവിടെ പ്രശ്നങ്ങളുണ്ട്, പോലീസ് നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ അവതരണത്തിൽ കൊണ്ടുവരികയും ഒരു ഭാഗം കട്ട് ചെയ്ത് മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യാതെ അതല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാതെ അതിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ച് വിശ്വാസികളെ വഞ്ചിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തിനാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നതെന്ന് മലയാളികൾക്ക് കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥർക്കും കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസ് P രാമനെ പോലെയുള്ള ആളുകൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ BJPയുടെയും സംഘപരിവാറിന്റെയും കെട്ടുകഥകൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്, BJPക്കും ജനം TV അടങ്ങുന്ന മറുനാടൻ മലയാളി അടങ്ങുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് ശബരിമലയിൽ ഇപ്പോൾ പ്രശ്നമുള്ളത്. അവരുടെ റേറ്റിംഗ് ഉള്ളത് അതിലാണ്. ആ റേറ്റിംഗ് തകർന്നു പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശബരിമലയിൽ വിഷയങ്ങൾ ഓരോ ദിവസവും അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥ വിശ്വാസികൾ വഞ്ചിതരാകരുത്. ഹൈക്കോടതിയുടെ കമ്മീഷന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. വഞ്ചിതരാകരുത് വിശ്വാസികൾ. നേരിനൊപ്പം നിൽക്കുക, സത്യത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.